ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കൊല്ലം ആയൂർ ഇളവക്കോടാണ് അപകടമുണ്ടായത്. കുട്ടികളടക്കം 10 പേർക്ക് പരിക്ക്. 6 പേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു അപകടം. വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. ആംബുലൻസിൽ യാത്ര ചെയ്തു വന്ന രോഗി ഉൾപ്പെടെ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആംബുലൻസ് ഡ്രൈവറായ കുന്നിക്കോട് സ്വദേശി ഇസയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്കൊടി സ്വദേശി നവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള ജാസ്മിൻ, വണ്ടിയിൽ ഒരാളുണ്ടോ കറക്റ്റ് എണ്ണ നോക്കി അടുത്തുള്ളൂ. ആംബുലൻസ് കയറിയിട്ട് എണ്ണ നോക്കണം, എല്ലാം അറിയാൻ വയ്യ. കാറിൽ നിന്നൊക്കെ നല്ല പരിക്കാണ്. ഡ്രൈവറെ ഇപ്പൊ ലാസ്റ്റ് ഫയർഫോഴ്സ് ഒന്നാണ് എടുത്തത്. കാറ് ആയൂർ ഭാഗത്തേക്ക്, ഇത് RTC വന്നതാണ്. RTC വന്നതായിരുന്നു. രോഗിയെ തലയ്ക്ക് മുറിവുണ്ട്. ആക്സിഡന്റ് പറ്റിയത് അവർ ആംബുലൻസ് വിട്ടിട്ടുണ്ട്. ആളെന്ന് എല്ലാവർക്കും പരിക്കും. ഇവരുടെ മക്കളായ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫായിസ്, +2 വിദ്യാർത്ഥി ഫാത്തിമ, ജാസ്മിന്റെ ജ്യേഷ്ഠത്തിയുടെ 2 മക്കളായ +2 വിദ്യാർത്ഥികൾ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 6 പേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിനുള്ളിൽ അകപ്പെട്ടുപോയ ഡ്രൈവർ നവാസിനെ കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. കുറച്ചു മുമ്പ് ഇവിടെ നടന്ന ആക്സിഡന്റ് ആണ്. ഒരു ആക്സിഡന്റ് നടന്ന 2 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇവിടെ വന്ന സമയത്ത് ആംബുലൻസിൽ ഉള്ള യാത്രക്കാരെ അവര് ഹോസ്പിറ്റലിലേക്ക് വിട്ടേക്കായിരുന്നു. പിന്നെ കാറിലുള്ളവരെ ഒരു 3 പേരെ മെഡിക്കലിലോട്ടും വിട്ട് ഡ്രൈവർ കുടുങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഡ്രൈവറെ ഫയർഫോഴ്സ് വന്ന് അവസാനം വെട്ടിപ്പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവറെ എടുക്കാൻ കഴിഞ്ഞത്. ഡ്രൈവറെ നില കാലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കൈയും പ്രശ്നമാണ്. അതിൽ ആ പിറകിലിരുന്ന, അതായത് ആ കാറിലുണ്ടായിരുന്ന 2 പയ്യന്മാരും ഒരു ചെറുക്കന് അത്യാവശ്യം സീരിയസ് ആണ്. തലയിൽ ഇൻഷുറിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം പ്രശ്നങ്ങളാണ്. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കടയ്ക്കിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും ചടയമംഗലം പോലീസും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയ ശേഷം ഫയർഫോഴ്സ് റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ചടയമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു.